എൻ്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഏശയ്യായുടെ പുസ്തകത്തിനുള്ള വായന 26-ാം അധ്യായം 7 മുതൽ 9 വരെയും 16 മുതൽ 19 വരെയുമുള്ള വാക്യങ്ങൾ. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്, അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. കർത്താവേ, കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങയെ അന്വേഷിച്ചു. അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഗർഭിണി പ്രസവം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച വേദനയോടെ പ്രസവിച്ചു. എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയില്ല. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ ക്ഷയിക്കുന്നവരെ ഉണർന്ന സന്തോഷകീർത്തനം ആലപിക്കുകയും അങ്ങയുടെ ഹിമഗണം പ്രകാശം ചൊരിയുന്ന തുഷാരബിന്ദുവാണ്. നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംശയുടെ പശ്ചവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.